ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ച് PV അൻവർ MLA. MR അജിത് കുമാർ ചുമതലയിൽ തുടരുമ്പോൾ നിഷ്പക്ഷ അന്വേഷണം എങ്ങനെ നടക്കുമെന്ന ചോദ്യമാണ് PV അൻവർ ഇന്ന് ഉയർത്തിയത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ട ശേഷമാണ് PV അൻവർ വീണ്ടും നിലപാട് കടുപ്പിച്ചത്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും വികാരമാണ് താൻ പ്രകടിപ്പിച്ചത് എന്നും PV അൻവർ പറഞ്ഞു. ഹെഡ് മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു, വളരെ സീരിയസ് ആയ പരാതി ഹെഡ് മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? എനിക്ക് ഇതിന്റെ പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ്മാസ്റ്ററെ കസാലയിൽ ഇരുന്നിട്ട് പ്യൂണിത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ ഇല്ലേ? ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ, ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. അതിനെ തള്ളിക്കളയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം എലിയായി എന്ന വിമർശനത്തിന് എലി അത്ര മോശം ജീവിയല്ല എന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. ദൈവത്തിന് മുൻപിലും പാർട്ടിക്ക് മുൻപിലും മാത്രമേ കീഴടങ്ങൂ എന്നും PV അൻവറിന്റെ പ്രതികരണം. എലി അത്ര മോശപ്പെട്ട സാധനമൊന്നുമല്ലല്ലോ. ഒരു വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ എലി അങ്ങനെ എലി അത്ര മോശമാണ് എന്നുള്ള അഭിപ്രായം അക്കാര്യത്തിൽ എനിക്കില്ല. PV അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ, പിന്നെ ഈ പാർട്ടിക്ക് കീഴടങ്ങുള്ളൂ. നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് നിന്നിട്ടും എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അത് നടക്കണ കാര്യമല്ല. അല്ല, നിങ്ങളത് വിചാരിക്കണ്ട, നടക്കൂല. ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയപ്പോൾ മുൻ ദിവസങ്ങളിലെ കടുത്ത നിലപാട് PV അൻവർ മയപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറും B ദിലീപ് കുമാറുമാണ് ചേരുന്നത്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, എന്തൊക്കെയായിരുന്നു അൻവറിന്റെ പ്രതികരണം? മുഖ്യമന്ത്രി നിർദ്ദേശമനുസരിച്ച് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന അന്വേഷണ സംഘത്തെ രൂക്ഷമായാണ് പരിഹസിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ട്? വേണു, ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട ശേഷമുള്ള PV അൻവറിന്റെ പ്രതികരണം കുറച്ച് മയപ്പെട്ട രീതിയിലായിരുന്നെങ്കിൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായുള്ള ഏതാണ്ട് 1 മണിക്കൂറോളം സമയമെടുത്തുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ PV അൻവർ പഴയ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മയപ്പെട്ട സമീപനം ഇന്ന് കണ്ടതുമില്ല. അദ്ദേഹത്തോട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അത് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്മാറിയിട്ടുണ്ടോ, കീഴടങ്ങിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ അദ്ദേഹം ഒരു എലിയായി മാറിയോ എന്നുള്ളൊരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം അത് നമ്മൾ എടുത്തു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, എലി അത്ര മോശം ജീവിയൊന്നുമല്ല, മാത്രവുമല്ല ഒരു വീട്ടിൽ എലി ഉണ്ടെങ്കിൽ അത്ര നല്ലതല്ലേ എന്നുള്ളൊരു മറുപടി മാത്രമാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നൽകിയത്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വന്നാൽ, ക്രമസമാധാന ചുമതലയിൽ ADGP MR അജിത് കുമാർ തുടർന്നുകൊണ്ട് എങ്ങനെ ഒരു അന്വേഷണം സാധ്യമാകും, ഒരു സുതാര്യമായ സത്യസന്ധമായ അന്വേഷണം നടക്കുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, അജിത് കുമാറിനെ മാറ്റണമോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കേണ്ടത് സർക്കാരും മുഖ്യമന്ത്രിയുമാണ്. അതവർ തീരുമാനിക്കട്ടെ. ഇന്നലെയാണ് പരാതി നൽകിയത്. ഉടൻ തന്നെ നടപടി വേണമെന്ന് വാശി പിടിക്കാനാവില്ലല്ലോ എന്നുള്ള പ്രതികരണം അദ്ദേഹം നടത്തുമ്പോൾ ഒരു നടപടി സൂചന അതിലുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, അതിനും അപ്പുറത്തേക്ക് ഈ പരാതികളൊക്കെ അന്വേഷിച്ച ഘട്ടത്തിൽ സർക്കാരിന് തട്ടുകേടില്ലാത്ത തരത്തിലേക്കൊരു നടപടിയിലേക്ക് കടക്കാനാണോ സംസ്ഥാന സർക്കാർ ആലോചിച്ചിട്ടുള്ളതെന്നും നമുക്ക് അറിയില്ല. മാത്രമല്ല, അജിത് കുമാർ ചുമതലയിൽ തുടരവെ എങ്ങനെ നിഷ്പക്ഷ അന്വേഷണം നടക്കുമെന്നുള്ള നിങ്ങളുടെ ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളതെന്ന് അൻവർ ആരോപിക്കുമ്പോൾ, അൻവർ വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും അൻവറിന് അക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ഇന്നും അൻവർ പറഞ്ഞു. സർക്കാർ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ വികാരമാണ് താൻ പ്രകടിപ്പിച്ചത്. അത് തള്ളിക്കളയുമെന്ന് താൻ കരുതുന്നില്ല എന്നും PV അൻവർ പറയുന്നുണ്ട്. PV അൻവർ പിന്മാറിയോ അല്ലെങ്കിൽ മുട്ടുമടക്കിയോ എന്നുള്ള ചോദ്യത്തിന് PV അൻവർ ദൈവത്തിന് മുൻപിലും പാർട്ടിക്ക് മുൻപിലും മാത്രമേ കീഴടങ്ങിയിട്ടുള്ളൂവെന്നും പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും PV അൻവർ ഇന്ന് ആവർത്തിക്കുന്ന സാഹചര്യം അത് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസത്തെ ശരി, ഷഫീദ് റാവുത്തറിലേക്ക് വീണ്ടും വരാം. അൻവറിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾക്കായി ഇപ്പോൾ അഡ്വക്കേറ്റ് A ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ, ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്നിപ്പോ അൻവറിന്റെ പുതിയ പ്രതികരണം താങ്കൾ കണ്ടു കാണുമല്ലോ, അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാൻ കണ്ടില്ല. അദ്ദേഹം എന്താ പറഞ്ഞു? ശക്തമായി പറഞ്ഞിരിക്കുകയാണ്, ഈ ADGPയെ ഹെഡ് മാസ്റ്ററായി നിലനിർത്തിക്കൊണ്ട് പ്യൂണും അതുപോലെ തന്നെ സ്കൂളിൽ ബെല്ലടിക്കുന്ന ആളും കൂടെ ചേർന്നുള്ള അന്വേഷണം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ശ്രീ ജയശങ്കർ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രിയെ പറ്റി ഒരു കാര്യം കൂടി പറയുകയുണ്ടായി. വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രിയായതല്ല, പാർട്ടിയാണ് മുഖ്യമന്ത്രിയാക്കിയത്. തുടർഭരണഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകർക്കുള്ള വികാരമാണ് താൻ പങ്കുവച്ചിരിക്കുന്നത്. കുടിലാണോ കൊട്ടാരത്തിലാണോ എവിടെയാണ് വിപ്ലവം നടക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയാമെന്നൊക്കെയാണ്.
ഇദ്ദേഹത്തിന് വേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ തയ്യാറാക്കുന്ന മറ്റാരുമാണ്. അത് CPM-ൽ തന്നെയുള്ള ഏതൊക്കെ ബുദ്ധിജീവികളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എല്ലാ അക്ഷരങ്ങളും കൂട്ടി എഴുതാൻ കഴിവ് പ്രാപ്തിയുള്ള ആളാണ് അൻവറിന് ഇതുവരെ തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന്റെ സംസാര രീതിയും എഴുത്തിന്റെ ശൈലിയും വളരെ വ്യത്യസ്തമാണ്. അപ്പൊ ഇത് പാർട്ടിക്കകത്തിനുള്ള ഏതോ ബുദ്ധിജീവികൾ ഇദ്ദേഹത്തിന്റെ അറിവോട് സമ്മതത്തോടും കൂടിയാണ് എഴുതി കൊടുക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഇന്നിപ്പോ ഏത് പത്രം എടുത്ത് നോക്കിയാലും അൻവർ കൊമ്പ് കുത്തി, അൻവറിന്റെ ആപ്പീസ് പൂട്ടി, അൻവറിന്റെ കളസം കീറി എന്നൊക്കെയുള്ള വാർത്തകളാണല്ലോ വന്നിട്ടുള്ളത്. മാത്രമല്ല പത്രങ്ങളൊക്കെ ഇദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് മുഖപ്രസംഗം, കാർട്ടൂണുകളൊക്കെ ഉണ്ട്. മാതൃഭൂമി, മനോരമ ഒന്നും തുറക്കാൻ നിർത്തിയില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അൻവർ ഞാൻ ഇവിടുത്തെ ഒരു വലിയ ആളാണ് എന്ന് ഇപ്പോഴും അദ്ദേഹത്തിന് ഞെളിഞ്ഞു നിൽക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇന്നലെ അദ്ദേഹത്തിന് ഈ ശൗര്യവും വീര്യവും ഒന്നും കണ്ടില്ലല്ലോ. ഇന്നലെ തിരുവനന്തപുരത്ത് പോയി പുള്ളി വാക്കയും പൊത്തി അരയിലെ ഉത്തരീയം തോളിൽ കിടന്ന ഉത്തരീയം എടുത്ത് അരയിൽ കെട്ടി വിനീത വിധേയനായി ശ്രീകൃഷ്ണനെ കാണാൻ പോയ കുചേലനെ പോലെ അല്ലെങ്കിൽ ശ്രീരാമന്റെ മുമ്പിൽ നിൽക്കുന്ന ഹനുമാനെ പോലെ ആയിരുന്നല്ലോ നിന്നത്. ഇപ്പൊ ഈ ശൗര്യവും വീര്യവും ഒക്കെ എവിടെ നിന്നുണ്ടായി? ഇന്നലെ അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ, ഈ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം എനിക്ക് തൃപ്തികരമല്ല, എനിക്കല്ല പാർട്ടി പ്രവർത്തകർക്ക് തൃപ്തികരമല്ല, കുടിലിലും കൊട്ടാരത്തിലും ഉള്ളവർക്ക് ഇതിനോട് വിയോജിപ്പുണ്ടെന്ന് പറയാൻ പറ്റിയില്ലല്ലോ. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറയാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചില കോപ്രായങ്ങൾ മാത്രമാണ്. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ചിരിക്കാമെന്നല്ലാണ്ട് വേറെ എന്താ മാർഗമുള്ളൂ? അൻവറൊക്കെ ഇത്ര ഉള്ളൂ എന്നുള്ള എല്ലാവർക്കും മനസ്സിലായി. അദ്ദേഹത്തിന് ഉണ്ടെന്ന് അദ്ദേഹം വിചാരിക്കുന്ന ജനപിന്തുണയോ അല്ലെങ്കിൽ പാർട്ടി പിന്തുണയോ ഒന്നും അദ്ദേഹത്തിന് ഇല്ല. പിന്നെ അദ്ദേഹം ഒരു ദൗത്യം നിർവഹിച്ചു. അതെന്താ വെച്ചാൽ ഈ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച്, പോലീസിനെ കുറിച്ച്, ADGP-യെ കുറിച്ച്, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് പാർട്ടിക്കാരുടെ ഇടയിൽ പൊതുവെ ഉണ്ടായിരുന്നൊരു അഭിപ്രായം, പാർട്ടിക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതും നാട്ടുകാരുടെ മുമ്പിൽ മുമ്പേ മുതലേ ഉള്ളതുമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പ്രകടമാക്കി. ഇത് BD സതീശനോ K സുധാകരനോ K സുരേന്ദ്രനോ പറഞ്ഞാൽ ശോഭിക്കുമായിരുന്നില്ല. അത് രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയുന്നതാണെന്ന് വിചാരിക്കാം. ഇദ്ദേഹം പറഞ്ഞപ്പോൾ അതിനൊരു വിസിബിലിറ്റി ഉണ്ടായി, അതിന് കുറെ കൂടി ശ്രദ്ധ ലഭിച്ചു. ഇനിയിപ്പോ പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യണ്ട, ആ നിലയിലേക്ക് അദ്ദേഹം എത്തിച്ചു. അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇന്നിപ്പോ ദേശാഭിമാനി കോരിത്തരിച്ചുകൊണ്ട് വലിയ മോപ്രസം കഴിക്കുന്നുണ്ട്, അത് വായിക്കേണ്ടതാണ്. അപ്പോൾ അത്രയും അൻവറിനെ കൊണ്ട് സാധിച്ചു, അൻവറിന്റെ ദൗത്യം പൂർത്തീകരിച്ചു എന്ന് അദ്ദേഹത്തിന് സമാധാനിക്കും. പക്ഷെ ഈ രീതിയിൽ നെഞ്ചു പിടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, നന്ദി അഡ്വക്കേറ്റ് A. ജയശങ്കർ പ്രതികരിച്ചതിന്. വിലയിരുത്തലുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് B. ദിലീപ് കുമാറും ചേരുന്നുണ്ട്. ദിലീപ്, ഈ മുഖ്യമന്ത്രിയെ ലാക്കാക്കിക്കൊണ്ടുള്ള ഇന്നത്തെ അൻവറിൻ്റെ പ്രതികരണം പാർട്ടി സെക്രട്ടറിയെ കണ്ട ശേഷമാണ് എന്നത് വളരെ വളരെ പ്രധാനമാണ്. എന്താണ് അൻവറിൻ്റെ ഈ ചുവടുമാറ്റം? എന്ന് മാത്രമല്ല, ഇന്നലെ ഉത്തരവാദിത്തം എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ അൻവർ ഇനി ആവശ്യമെങ്കിൽ വീണ്ടും വരും എന്ന സൂചനയും നൽകുന്നത് ആർക്കാണ്? വേണു, ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പ്രതികരണം മയപ്പെടുത്തിയിരുന്ന, നിലപാടിൽ അയവ് വരുത്തിയിരുന്ന PV അൻവർ ഇന്ന് കൂടുതൽ കരുത്തോടുകൂടി ആ നിലപാട് ആവർത്തിക്കുന്നതാണ് കണ്ടത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ തിരുവനന്തപുരത്ത് കണ്ടതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം തൻ്റെ നിലപാട് ആവർത്തിച്ചത്. മാത്രമല്ല ADGP MR അജിത് കുമാറിനെ അതേ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നതിലുള്ള അതൃപ്തിയും PV അൻവർ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഹെഡ് മാസ്റ്റർക്കെതിരായി പരാതി ഉയർന്നാൽ, ആരോപണം ഉയർന്നാൽ അത് ആ സ്കൂളിലെ അധ്യാപകരെയും പ്യൂണിനെയും കൊണ്ടാണോ അന്വേഷിക്കുന്നത് എന്ന ചോദ്യവും PV അൻവർ ഉന്നയിച്ചു. ഇക്കാര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം വരും. വിപ്ലവം തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ വിപ്ലവം എന്നത് കുടിലിലോ കൊട്ടാരത്തിലോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ അത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല എന്ന കാര്യവും PV അൻവർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രിയെയാണോ പാർട്ടി സെക്രട്ടറിയെയാണോ കൂടുതൽ ഇഷ്ടം എന്ന മാധ്യമപ്രവർത്തകരുടെ പാർട്ടിയെയാണോ കൂടുതൽ ഇഷ്ടം എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി എന്നത് പാർട്ടി നിയോഗിച്ചയാളാണ് എന്ന് പറഞ്ഞതിലൂടെ തന്നെ ഏതായാലും പാർട്ടിയുടെ ഒരു പ്രബല വിഭാഗത്തിൻ്റെ പിന്തുണ PV അൻവറിനുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് അദ്ദേഹം പുറത്ത് മാധ്യമപ്രവർത്തകരോട് നടത്തിയ പരാമർശങ്ങൾ. PV അൻവർ തൻ്റെ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്നാണ് ഇന്നത്തെ പരാമർശങ്ങൾ വ്യക്തമാക്കുന്നതും. ഏതായാലും CPIM ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും, മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തായിരിക്കും, മുഖ്യമന്ത്രി ഈ വിഷയങ്ങളിൽ മൗനം വെടിയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും അൻവർ തൻ്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. വേണു, ശരി. B. ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിലയിരുത്തലുമായി ചേർന്നത്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് C. മാത്യുവും ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാനുണ്ട്. ശ്രീ ജോസഫ് C. മാത്യു, താങ്കൾ അൻവറിന്റെ ഇന്നത്തെ പ്രതികരണം കണ്ടോ? കണ്ടു. ഇപ്പോൾ ഇന്നലത്തെ ശരീരഭാഷയോ പ്രതികരണ രീതിയോ ഒന്നുമല്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് നേർക്കുനേർ മറുപടി നൽകുന്ന രൂപത്തിലേക്കും അൻവർ മാറുകയാണ്. മറ്റന്നാൾ സെക്രട്ടേറിയറ്റ് ആണ്. എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ? ഞാൻ അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഇന്നലെ ഉണ്ടായ ഒരു അപമാനത്തിന്റെ തിരിച്ചടി എന്നോളം അദ്ദേഹം ഒരു
സെൽഫ് റെസ്പെക്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതായത് അദ്ദേഹം പരാതികൾ തെളിവുകളല്ല, തെളിവിന്റെ സൂചനകൾ മുഖ്യമന്ത്രിക്ക് നൽകി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ പൊളിറ്റിക്കലായിട്ടുള്ളതും മുഖ്യമന്ത്രിയെ നേരിട്ട് ഇൻഡിക്റ്റ് ചെയ്യുന്നതുമാണ്. കാരണം പറയുന്നത് അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയും ഒക്കെ ആണെങ്കിലും സംസ്ഥാനത്തെ ജനങ്ങൾ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് ശ്രീ പിണറായി വിജയനെയാണ്, ആഭ്യന്തരമന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹം മറുപടി പറയേണ്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിരിക്കുന്നത്. അതിൽ അൻവർ പറയുന്ന ലോജിക്ക്, നമ്മൾ ഒരാളെ വിശ്വസ്തയോടൊരു കാര്യം ഏൽപ്പിച്ചാൽ അതിൽ വീഴ്ച വരുത്തിയാൽ അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആൾക്കാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി ഏൽപ്പിച്ചത് അജിത് കുമാറിനെയും ശശിയെയുമാണ്. അവർ വീഴ്ച വരുത്തിയാൽ മുഖ്യമന്ത്രിക്കല്ല ഉത്തരവാദിത്വം, ഇവർക്കാണെന്നാണ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ പെർസ്പെക്റ്റീവിലാണ്. ഞാൻ ഏൽപ്പിച്ചത്, അല്ലെ സംസ്ഥാനത്തെ ജനങ്ങൾ ഏൽപ്പിച്ചത് ശശിയെയോ അജിത് കുമാറിനെയോ അല്ല, മുഖ്യമന്ത്രിയാണ്. അപ്പൊ വീഴ്ച വരുത്തിയത് ആരാണ്? ഏൽപ്പിച്ചു കൊടുത്ത ആളാണ് വീഴ്ച വരുത്തിയത്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നിടത്ത് ഈ കാര്യങ്ങൾ നിൽക്കില്ല എന്നുള്ളത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അറിയില്ല എന്ന് നടിക്കുന്നതാണോ അതോ അദ്ദേഹം അറിയാതെ പറയുന്നതാണോ അതെനിക്ക് ഇപ്പോഴും വ്യക്തമല്ല. കാര്യം അൻവറിന്റെ മുഴുവൻ പ്രസ്താവനകൾ എടുത്തു നോക്കിയാൽ നമുക്ക് അവ്യക്തത കാണും. അപ്പൊ എന്ത് തന്നെയായാലും ഈ ഉയർത്തിവിട്ട സംഭവങ്ങൾ അങ്ങനെ അടങ്ങാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം കോടതിയെ സമീപിക്കാത്തതെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ചെയ്യുമായിരിക്കും. അപ്പൊ ഇത് കോടതിയും കൂടി ഇടപെട്ട് ഇവിടെയുള്ള അരക്ഷിതാവസ്ഥ തോക്കുകൊണ്ട് മാത്രമേ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്ന ഭരണകക്ഷി MLA അതിന്റെ തലേദിവസം കളക്ടറോട് പോലീസ് പ്രൊട്ടക്ഷൻ പോരാ, എനിക്ക് തോക്കിന്റെ ലൈസൻസും കൂടി വേണം എന്ന് പറയുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതിയാണ് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറിൽ ഉള്ളതെങ്കിൽ ശരി, എന്നിട്ട് അദ്ദേഹം അവിടെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലകളും ഒന്നും മാറ്റമില്ലാതെ തുടരുകയുമാണ്. എന്നിട്ട് പ്രസ്താവനകളിൽ കാര്യമില്ല. ഇതിന് മറുപടി പറയേണ്ടത് പുതിയ LDF കൺവീനറും സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെയാണ്, PV അൻവർ അല്ല എന്നാണ് എനിക്ക്. വളരെ നന്ദി ശ്രീ ജോസഫ് സി മാത്യു പ്രതികരിച്ചതിന്. എന്തായാലും അൻവറിന്റെ പ്രതികരണ രീതി മാറിയിരിക്കുകയാണ്. ഇന്നലെ കണ്ട അൻവറിനെ അല്ല ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ടത്. പാർട്ടി സെക്രട്ടറിയെ കണ്ടതിന് ശേഷം മുഖ്യമന്ത്രിയെ പരിഹസിക്കുന്ന പ്രതികരണത്തിന് വരെ അൻവർ മുതിർന്നിരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറിയെ കണ്ട് തൻ്റെ പരാതികൾ നൽകിയിരിക്കുകയാണ് അൻവർ. മറ്റന്നാൾ പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അവിടെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാടെടുക്കാനുള്ള നിർബന്ധിതമായ സാഹചര്യമാണ് ഇന്നത്തെ ഈ അൻവർ MV ഗോവിന്ദൻ കൂടിക്കാഴ്ച ഉണ്ടാക്കിയിരിക്കുന്നത്.